ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ മഴ തോരും മുൻപേലെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ രഞ്ജിനി വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്, മനുവിൻ്റെ സിസ്റ്റർ. രഞ്ജിനി വീട്ടിലോട്ട് വന്നപ്പോഴും മനുവിൻ്റെ അമ്മയ്ക്ക് കമലയ്ക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ രഞ്ജിനി ചോദിക്കും, അല്ല അമ്മേ, ഒരു മോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ അമ്മയ്ക്ക് സന്തോഷമൊന്നും ഇല്ലാത്തേ? അപ്പോൾ മനു പറയും, അമ്മയ്ക്ക് ഹരിയോട് മാത്രമല്ലേ ഇഷ്ടം സ്നേഹവും കൂടുതലുള്ളൂ. ഹരി വരുമ്പോഴാണ്, ഹരി വരാത്തതിൻ്റെ വിഷമത്തിലാണ് അമ്മ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലേനെ മനുവും രഞ്ജിനിയും കൂടി ചൊറിയുന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കമല ദേഷ്യത്തിൽ പറയും, നിനക്ക് ഞാൻ ഒതുങ്ങിയിട്ട് വേണ്ടേ നിനക്ക് നിൻ്റെ മറ്റവളെ ഇതിൻ്റെ അകത്തേക്ക് കയറ്റാൻ. അങ്ങനെ കമല പോയി കഴിഞ്ഞാൽ രഞ്ജിനി ചോദിക്കും, ആരാ മനുവേട്ടാ ഈ മറ്റവൾ? ഓ അതോ, ഞാൻ അലീനനെ കല്യാണം കഴിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഓ അത് ശരി, അതൊക്കെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞല്ലേ? ഓ അതൊക്കെ അവതരിപ്പിച്ചു, എന്നാൽ ശരി നടക്കട്ടെ. മനുവേട്ടൻ ഓക്കെയല്ലേ? ആ ഞാൻ ഓക്കെയാണ് രഞ്ജിനി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ആ കോൺവെർസേഷൻ കഴിയണം. പിന്നെ നമ്മുടെ അലീനയും രോഹിത്തും കൂടി അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് രോഹിത്തിനെ തിരിച്ചെടുക്കുന്ന കാര്യം അച്ഛനോട് സംസാരിച്ചിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും കൂടി പോകുന്നത്. പക്ഷേ രോഹിത്തിന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഭയം. രോഹിത്ത് പറഞ്ഞു, എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലാൻ ഭയം തോന്നുന്നു. അതെന്തിനാണ് രോഹിത്തിനെ ഭയക്കുന്നത്? നമ്മളെപ്പോലെ തന്നെ എല്ലാവരും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ് ഇവരകത്തോട്ട് കയറുന്നു. ആദ്യം ഇവർക്ക് പെർമിഷൻ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ അലീന അവിടുത്തെ ഒരു സ്റ്റാഫിനോട് പറയും, മറ്റൊരച്ഛനോട് പറയും, ഞങ്ങളൊരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറും. അങ്ങനെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ അച്ഛൻ ഇരിക്കുന്നുണ്ട്. കോളേജിൻ്റെ ഡിസിപ്ലിനറി കമ്മിറ്റിയിലുള്ള മാനേജർ അച്ഛനാണ്. അപ്പം മാനേജർ അച്ഛനോട് പറയും, ഞങ്ങളിങ്ങനെ അഡ്മിഷൻ്റെ കാര്യത്തിൽ പറയാൻ വേണ്ടി വന്നതാണ് രോഹിത്തിൻ്റെ. അത് കേട്ടതോടുകൂടി അച്ഛനാകെ അരിശം വരും. അച്ഛൻ പറയും, ഇവനെ യാതൊരു കാരണവശാലും കോളേജിലോട്ട് തിരിച്ചെടുക്കുന്ന തീരുമാനമില്ല. കാരണം ഇവനൊരു പീഡന കേസിൽ പ്രതിയാണ്. കോളേജിൻ്റെ പേര് നശിപ്പിച്ചു. ഇങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിനെ ഞങ്ങൾ തിരിച്ചെടുക്കാൻ വഴിയില്ല. അപ്പോൾ അലീന പരമാവധി പറയാൻ ശ്രമിക്കും. അതായത് കുറ്റബോധം കൊണ്ട് മാനസാന്തരം വന്നു കഴിഞ്ഞിട്ടുള്ള ഇയാളെ തിരിച്ചെടുക്കണമെന്നല്ലേ ദൈവം പോലും പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലും പല വചനങ്ങളും പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും അച്ഛൻ്റെ അടുത്ത് ചിലവാവില്ല. അപ്പോൾ അലീന പറയും, ഇനി നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം വേണമെങ്കിൽ, അതായത് കേസിൽ ഇരയായ പെൺകുട്ടി വേണമെങ്കിൽ വന്ന് പറയും, അപ്പം നിങ്ങളിവിടെ വിശ്വസിക്കുമോ? അപ്പം അച്ഛൻ പറയും, അതൊന്നും ഒരു ന്യായമല്ല. കാരണം ഇവൻ കേസിൽ പ്രതിയായോ? ഇവൻ ജയിലിൽ കിടന്നോ? ഇവനെ റിമാൻഡ് ചെയ്തോ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ കിടന്നോ? ഈ കോളേജിൻ്റെ പേര് എല്ലായിടത്തും വലിച്ചഴച്ചോ? എങ്കിൽ ഇവനെ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം ഇവനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുമെന്നാണ് മറ്റുള്ള വിദ്യാർത്ഥികൾ കൂടി കരുതുക. അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്കും കൂടി ഒരു പാഠമാണ് ഇവനെതിരെയുള്ള ഈ ഡിസിപ്ലിനറി ആക്ഷൻ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കൽ പോലും എനിക്ക് തിരിച്ചു പിന്നിലോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അലീന പറയും, ദൈവത്തിൻ്റെ കസേരയേക്കാൾ വലുതല്ലല്ലോ അച്ഛൻ്റെ ഈ കസേര. മാനസാന്തരപ്പെടുന്നവരോട് ക്ഷമിക്കണമെന്നാണ് ദൈവം പോലും പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അലീന അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ അച്ഛന് വളരെയേറെ ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം ഒരു പെൺകുട്ടി വന്ന് തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതും. പക്ഷേ അവർ പോയതിന് ശേഷം അച്ഛന് ആ കസേരയിലോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അവൾ പറഞ്ഞതിൽ കുറേ സത്യമുണ്ട്. അതായത് ദൈവത്തെ വെല്ലുവിളിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ അച്ഛൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അച്ഛനാകെ ഒരു സമാധാനമില്ലാണ്ട് അവിടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവർ അലീനയും രോഹിത്തും കൂടി തിരിച്ച് വീട്ടിലോട്ട് എത്തുകയാണ്. എത്തുമ്പോൾ കൃഷ്ണമോൾ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, എന്തായി ചേച്ചി പോയ കാര്യം? രോഹിത്തിൻ്റെ മുഖം അത്ര നല്ലതല്ല, ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പോയ കാര്യമൊന്നും നടന്നില്ല, ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ അച്ഛൻ ഒട്ടും വഴങ്ങുന്നില്ല. അപ്പോഴേക്കും ബാലചന്ദ്രനും അവിടേക്ക് വരും. ബാലചന്ദ്രനും ചോദിക്കും, എന്തായി പോയ കാര്യം? അതൊന്നും നടന്നില്ല അച്ഛാ, ഞാൻ പരമാവധി ശ്രമിച്ചു. ആ ബാലചന്ദ്രൻ പറഞ്ഞു, പീഡനക്കേസിൽ ഇരയായ ഒരാളെ തിരിച്ചെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പൈസയിലൊന്നും വീഴുന്ന മാനേജ്മെൻ്റ് അല്ല അതുകൊണ്ട് ഈ കാര്യം എളുപ്പത്തിൽ സാധ്യമാകുമെന്ന് തോന്നുന്നില്ല.
അപ്പോൾ അലീന പറയും എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. കൃഷ്ണമോൾ പരമാവധി ഒരു ജ്യൂസായിട്ട് വരും, പക്ഷേ ഒന്നും നടന്നില്ല. ജ്യൂസാണേ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിൽ ജ്യൂസ് കൊടുക്കും. അപ്പോൾ അലീന ചോദിക്കും നീ രോഹിത്തിന് കൊടുത്തോ? ഇല്ല, ഞാൻ കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് പോകും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.